ക്രൂശിൽ തറക്കപ്പെട്ടു? അതിന് ഉത്തരം പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനമാണ്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി. പാപമില്ലാത്തവനെ നമുക്ക് നീതി ലഭിക്കേണ്ടതിന് വേണ്ടി എന്ന് വെച്ചാൽ മനുഷ്യവർഗത്തിന് ആർക്കും നീതിമാൻ എന്ന് പേരെടുക്കാൻ കഴിയാത്ത സ്ഥാനത്ത് പാപികളെന്നും കുറ്റവാളികളെന്നും അധർമ്മികളെന്നും മുദ്രകുത്തിയ സ്ഥാനത്ത് ദൈവത്തിന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും ദൈവത്തിന്റെ മക്കളുമാകേണ്ടതിന് മനുഷ്യവർഗം ചെയ്തു കൂട്ടുന്ന സകല പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഗത്സമന മുതൽ ആ പാപത്തിന്റെ ഭാരം യേശുവിന്റെ മേൽ കടന്നു വന്നിട്ട് കാൽവരി കൊലക്കളത്തിൽ യേശുവിനെ പരമമായ യാഗമായി തീർക്കുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിൽ തുള്ളി രക്തം പോലും ഇല്ലാതെ സകല രക്തവും വെള്ളവും ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു, ഇതെല്ലാം മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ മോചനത്തിന്റെ പരിഹാരമാണ്. വിശുദ്ധ ബൈബിളിൽ 1 യോഹന്നാന്റെ ലേഖനം പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യന്റെ പാപങ്ങൾ ഒരു മനുഷ്യനോട് ഏറ്റു പറഞ്ഞാൽ ആ മനുഷ്യർക്ക് പാപങ്ങളെ മോചിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യർക്ക് ആർക്കും പാപങ്ങളെ മോചിക്കുവാൻ അധികാരമില്ല. എന്നാൽ നമ്മുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റു പറഞ്ഞാൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ വിശുദ്ധരാക്കി തീർക്കുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതകാലം മുഴുവൻ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാൽ നമുക്കൊരിക്കലും സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ജീവനുള്ള കാലത്ത് ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കാൽവരിയിൽ മരിച്ചതെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഞാൻ അത് ഏറ്റു പറയുന്നു, യേശുവേ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞാൽ ഏത് കൊടിയ കുറ്റവാളിയാണെങ്കിലും അവന്റെ പാപത്തെ ക്ഷമിച്ച് അവനൊരു നിർമ്മലനാക്കി നിഷ്കളങ്കനാക്കി തീർക്കുവാൻ യേശുവിന് കഴിയുമെന്ന് ഞങ്ങൾ സദ്വർത്തമാനം നിങ്ങളോട് പറയട്ടെ. അതേ പ്രിയമുള്ളവരെ, പാപത്തിന് ശമ്പളം മരണമാണ് എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായുള്ള ഒരു വേർപാടാണ് മനുഷ്യനെ കാത്തിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, യേശുവിനെ അനുസരിച്ച് യേശുവിന്റെ വഴികളിലൂടെ നടക്കുന്ന മനുഷ്യന് ലഭിക്കാൻ പോകുന്നത് നിത്യജീവനാണ്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കാതെ ദൈവത്തെ അനുസരിക്കാതെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയും ഏതും പോലെ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ പ്രിയമുള്ളവരെ, നമ്മളെ കാത്തിരിക്കുന്ന ഒരു നിത്യ ശിക്ഷാവിധിയാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധി വന്നു കഴിഞ്ഞു. കർത്താവിനെ ക്രൂശിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, നമ്മൾ അത് ആഘോഷിക്കുന്നു. ഓക്കെ, പക്ഷെ